ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. ഇതിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നൊരു എനർജിയാണ്. അവർ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് നിങ്ങളെ കാണാൻ വരുന്നതാവാം. അതായത് ഇത് കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കണം എന്നില്ല. അതായത് ഈ ഒരു സമയത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടി ഒരുപാട് ഇഷ്ടത്തോടെ ഒരു ഓഫർ തരുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങൾക്കൊരു പക്ഷേ ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വന്നു പോകുന്ന ഒരു അഫെയർ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ബാലൻസ് സൂക്ഷിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഓവറായിട്ട് ഒരാളെ കാണുന്നതിന് മുന്നേ ആ ആളുമായിട്ടൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ലഭിക്കുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇതിൽ കുറച്ചാളുകൾക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുമാവാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലായിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് കാണുന്ന മാത്രയിൽ തന്നെ അത് നമ്മളിലേക്ക് കൂടുതൽ ഉൾക്കൊള്ളാതിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു ആളുമായിട്ട് അവരെ കൂടുതൽ മനസ്സിലാക്കാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് അവരെ നമ്മൾ കടന്നു വരാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പൊക്കെ തുടങ്ങുമ്പോൾ പോലും അവിടെ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഡീപ്പായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ ആഴത്തിൽ പോകാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കൂടുതലും അവരുമായിട്ട് സഹകരിക്കാനും ജോലി ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യം, അതായത് ക്രിയേറ്റീവായിട്ടുള്ള ആ ഒരു കാര്യം, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങളും സപ്പോർട്ടും ഒക്കെ മറ്റുള്ളവർ നൽകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറേ ആളുകൾ വരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ അവർ ചിലപ്പോൾ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞേക്കാം. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ പോയി കാണുന്നതാവാം, ചിലപ്പോൾ അവർ നിങ്ങളെ കാണാൻ വരുന്നതാവാം. അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു ഇടപെടൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ സമാധാനമായിട്ട് നിങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തീർക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ കാര്യങ്ങളെയൊക്കെ വസ്തുനിഷ്ഠമായിട്ട് കാണാൻ ഇവിടെ ഈ ഒരു സമയം ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി അതിനുള്ള കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കൃത്യമായിട്ട് നീതി പുലർത്താൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുറേയധികം ആളുകളും അത്തരത്തിൽ ശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരോട് നമ്മൾ ആ ഒരു കടമകൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നുണ്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്നുകൂടി നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിൽ നമ്മൾ പലപ്പോഴും പെട്ടുപോകും. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അതിനാൽ നിങ്ങളൊന്ന് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ ഒരു കൗൺസിലറെ കാണുന്ന എനർജിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ മറ്റുള്ളവർക്കൊരു കൗൺസിലിംഗ് നിങ്ങൾ കൊടുക്കുന്നതാവാം.
അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയാവാൻ നിങ്ങൾക്കിവിടെ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അടുക്കെ മറ്റുള്ളവരൊരു അഡ്വൈസിനൊക്കെ വരുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് നിങ്ങൾ അത്തരത്തിലൊരു അഡ്വൈസ് കൊടുക്കുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കടമകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവരോട് ഒരുപാട് സ്നേഹവും കരുണയും ഒക്കെ നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. നിങ്ങളെ വന്ന് കാണാനും അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കൽ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ കുറേയധികം ആളുകൾ ഇവിടെ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതുമാവാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജി ഈ ഒരു സമയം കുറേ ആളുകൾക്കും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ വലിയ ഫ്രെയിമിൽ കാണാൻ ശ്രമിക്കുക. കാരണം ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് സംഭവിക്കാനുള്ള ഒരു യോഗമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ എത്തിച്ചേരുന്നുണ്ട്. സൗഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു എന്നാണ്. അത് പ്രപഞ്ചമായിട്ട് നിങ്ങൾക്കത് അനൗൺസ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇരുട്ടൊക്കെ മാറി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ മറ്റാരോടും ചോദിക്കാതെ സ്വന്തമായിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറി തുടങ്ങുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പണം വരാനുള്ളൊരു സാധ്യതയാണ്. അതിപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആകാം, എന്നാൽ പോലും അത് നിങ്ങളിലേക്ക് വന്നു തുടങ്ങുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഫിനാൻസിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളിലെത്തി ഒന്നിനും ഒരു കുറവില്ലാതെ വളരെ സമൃദ്ധിയിലിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നിങ്ങൾക്കിവിടെ ഉയർന്നു വരാൻ സാധിക്കുന്നുണ്ട്. ഈ സമയം കുറേ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയെന്നുള്ള ആ ഒരു ചിന്തയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം, ചിലപ്പം ഒരുപാട് മാസങ്ങൾക്ക് ശേഷമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തോടെയും നിങ്ങൾ ആഗ്രഹിച്ച ആളുകൾക്കൊപ്പം ചിലപ്പോൾ യാത്ര ചെയ്യുന്നതാവാം. അപ്പോൾ ആ ഒരു സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഇവിടെ മാറി തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് അച്ചീവ്മെന്റ് ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നു എന്നാണ്. അതുപോലെ ഇപ്പോൾ പൈസയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ കുറച്ച് പ്ലാനിങ് ഒക്കെ പാസ്റ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആഗ്രഹം പോലെ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വീടോ വാഹനമോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ വരുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളിവിടെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ, വീട്, വാഹനം, വസ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയമാണ് ഇതെന്നും കാണുന്നുണ്ട്. ഇതിൽ കുറേ ആൾക്കാർക്കും വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു മണി എനർജി അത് വളരെ ഹൈ വൈബ്രേഷണൽ ആയിരിക്കും എന്നുള്ളതാണ്. പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. 9 ഓഫ് പെന്റക്കിൾസും കിങ് ഓഫ് പെന്റക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാം.
ചിലപ്പോൾ ഇത് നിങ്ങളെ നേരത്തെ സഹായിക്കാമെന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾക്ക് പൈസ നൽകുന്നതാവാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു ട്രാവൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറേ ആളുകൾക്കും നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ ജോലി ചെയ്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാവാം. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചവരെ ഒക്കെ കാണണം എന്ന് ആഗ്രഹിച്ചവരെ ഒരുപാട് നാളുകൾക്ക് ശേഷം അവരെ ഒന്ന് കണ്ടുമുട്ടുന്നതാവാം. അവരെ കാണാനായിട്ട് നിങ്ങൾ യാത്ര ചെയ്തു പോകുന്നതാവാം. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണിത്. ഇതിൽ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ അടുത്ത ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ അത് ചില ആഘോഷങ്ങളിൽ വെച്ചാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കാണണമെന്ന് ആഗ്രഹിച്ച് ചിലപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷനിൽ വെച്ച് അവരെ കാണാം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നിങ്ങൾ അവിടേക്ക് എത്തിപ്പെടുന്നതാവാം. അപ്പോൾ നിങ്ങൾ അവരെ ഇവിടെ കണ്ടുമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമയം കുറേ ആൾക്കാർക്കും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു അവസരമുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് ഇവിടെ നിങ്ങൾ സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കും വിധത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഉയരാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു പദവി നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നുമെന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനും നല്ലൊരു സ്ഥാനം ലഭിക്കാനുമുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നൊരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു ക്യൂൺ ഓഫ് സോർഡ്സിൻ്റെ തൊട്ടു താഴെ വന്നിട്ടുള്ളത് എംപററാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളിവിടെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സമയം നിങ്ങളുടെ ആ ഒരു ലോജിക്കൽ മൈൻഡ് ഒന്ന് കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഇത്രയും കാലം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് പോലത്തെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നിരുന്നുവെങ്കിൽ എനിക്കത് പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് മാറി നിന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അത്തരത്തിലൊരു ചാർജ് കിട്ടുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു കടമ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക. കാരണം അതും ഒരു പരീക്ഷണമാണ്. എങ്ങനെയാണ് ആളുകളെ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു ചാൻസാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയാൽ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള അവസ്ഥകൾ, ഈ ഒരു സെയിം സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരും. ചിലപ്പോൾ ഇതിൽ ഒരുപാട് സ്ട്രഗിൾസ് വരാം. അപ്പോൾ ആ ഒരു സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ആ ഒരു സെയിം കാര്യം പിന്നെയും നമ്മളെ തേടി വരും. അപ്പോൾ നമ്മളൊരു കാര്യം ആവണമെന്ന് അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പഠിക്കാതിരുന്നാൽ സെയിം ആയിട്ട് വേറൊരു കാര്യം നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചലഞ്ചൊക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുക. എല്ലാമല്ല, പക്ഷേ ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ മാറി നിൽക്കുന്ന ചില കാര്യങ്ങൾ, അവിടെ നിങ്ങൾ ധൈര്യത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ച് ഒരു ലോജിക്കായിട്ട് ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷണൽ ആകരുത്. നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ വന്നേക്കാം. ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മളോട് വഴക്കിന് വന്നേക്കാം. പക്ഷേ ഒരു തരത്തിലും നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കരുത് എന്നുള്ളതാണ്. അപ്പം എംപറർ എന്ന് പറയുമ്പോൾ ഒരു ലോജിക്കൽ മൈൻഡുള്ള ആളാണ്, അതല്ലെങ്കിൽ ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ തരത്തിൽ മാത്രം നിങ്ങൾ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഈ സമയം
അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോള് നിങ്ങൾ തിരികെ പിടിക്കണം എന്നാണ്. മാത്രമല്ല ഈ ഒരു സമയം ഒരുപാട് സ്ട്രഗിൾസിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു സ്ഥാനം ലഭിച്ച് ആ ഒരു ഇരിപ്പിടത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ വിജയം അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുള്ള ചില സാഹചര്യങ്ങൾ ഈ സമയം വന്നേക്കാം. ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ട സാഹചര്യം. ഇതിൽ നിങ്ങൾ മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങൾക്കൊരു പുതിയ വഴി ഇവിടെ തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ആക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ ഈ സമയം ഉണ്ടാകാം. എന്നാൽ ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വിട്ടുപോകാൻ സാധിക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ വീട് വിട്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവാം. എന്തോ ഒരു കാര്യം നിങ്ങളെ ആ ഒരു സ്ഥലത്ത് ഇവിടെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാലും നിങ്ങളിവിടെ തീരുമാനിക്കുന്നുണ്ട്. അതായത് നിങ്ങളിവിടെ തുടരുന്നില്ല എന്ന് തീരുമാനിച്ച് നിങ്ങൾ പുറത്തു പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്ന സമയമാണ് ഈ സമയം. പെട്ടെന്നൊരു തോന്നലൊക്കെ വരുമായിരിക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, നിങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനം എന്താണ്. അത്തരത്തിലൊരു തോന്നൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഒരു മെസ്സേജ് പോലെ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷനിലൂടെ തോന്നുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാവാം. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒരു വലിയ ലൈഫ് ചേഞ്ചിന് പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ളൊരു തീരുമാനം ഈ സമയം എടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അത് നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു സ്പീഡൊക്കെ കൂടുതലായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ്. അത്തരത്തിലൊരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതായത് നിങ്ങൾ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും തീരുമാനിച്ച് പെട്ടെന്ന് ചെയ്യുന്നു. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യമായിരിക്കില്ല അത്. നിങ്ങൾ വളരെ പെട്ടെന്ന് ആലോചിച്ച് വളരെ പെട്ടെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ അതൊരു ട്രാവൽ ചെയ്യുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് ആ ഒരു കാര്യം നടപ്പിലാക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു മെസ്സേജ് അത് നമ്മുടെ ഉള്ളിൽ തന്നെ വരും. ഇത് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ പാടില്ല. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അത് നാളെ ആവട്ടെ എന്ന് കരുതി മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിവിടെ ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സമയം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ ഒരു ട്രാവലൊക്കെ ചെയ്യുന്ന എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് എന്തോ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രാവൽ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചവരുമൊത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്തു പോകുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അത്തരത്തിലൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി ഉണ്ട്. ഒരു പുതിയ ഓഫർ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വീകരിക്കണോ വിട്ടുകളയണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഒരു നല്ല ചാൻസ് ആണ്. പക്ഷേ ആ ചാൻസ് നിങ്ങളെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് സക്സസ് ആകുമോ എന്നൊരു കൺഫ്യൂഷൻ ഈ സമയം ചില ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്കും ചിലപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലത്തെ, അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വപ്നം കാണുന്നത് പോലുള്ളൊരു ഓഫർ ആയിരിക്കാം. കുറേ ആൾക്കാർക്കും നിങ്ങളത് സ്വീകരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓഫർ ഈ സമയം നിങ്ങൾക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അത് ജോലിയുടെ ഓഫർ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പുതിയൊരു കാര്യം എത്തിച്ചേരുന്ന എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയൊക്കെ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഉണ്ട്.
അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫങ്ഷൻ നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. കാരണം 4 ഓഫ് വാൺസൂടെ വന്നപ്പം തീർച്ചയായിട്ടും അങ്ങനൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ പണ്ടുണ്ടായിരുന്ന കഥകളൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കണം എന്നില്ല, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കാം, പണ്ട് പഠിച്ച സ്കൂളിൽ പോവുകയോ അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ നിങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചില ആഘോഷങ്ങളിൽ വെച്ച് ഇവിടെ അവരെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. അവരുമൊത്തുള്ള നിങ്ങളുടെ ബാല്യകാല സ്മരണകൾ നിങ്ങൾ ഓർത്തെടുക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷനിൽ വെച്ചോ അങ്ങനെയൊക്കെ ചിലപ്പോൾ അവരെ കണ്ടുമുട്ടുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച കുറേയധികം സന്തോഷങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ കുറേ നാളുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിച്ച ആളുകളും അവരുമായിട്ടൊക്കെ ഒരു കൂടിച്ചേരൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളാവാം, നിങ്ങളുടെ കസിൻസ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ ഇവിടെ വീണ്ടെടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പായി പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഒന്ന് റീയൂണിയനുമായിട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ സമയം അവർ നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുൾ കാർഡാണ്, പുതിയ തുടക്കമാണ്, നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളെ എതിർക്കും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അങ്ങനെ അറിഞ്ഞിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനത്തെ ഒരു കോൺഫിഡൻസോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 5 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ തോൽപ്പിച്ച ആൾക്കാരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ തോൽക്കുന്നത് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ തോൽവിയിൽ സന്തോഷിച്ചിരുന്ന ആൾക്കാരുടെ മുന്നിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു ആയുധം കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തളർന്നിരിക്കേണ്ട ആൾക്കാരല്ല എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ കരുതി തളർന്നിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് ജയിച്ച് കാണിക്കുവാനുള്ള ആയുധങ്ങൾ ദൈവമായിട്ട് കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ആ ഒരു ഉണർവിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരും മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കേണ്ട ആൾക്കാരല്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അത് മാത്രമല്ല ഇതിലെ കുറച്ച് ആളുകൾ നിങ്ങളെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ മനഃപൂർവ്വം ഒരു ചീറ്റിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഒന്ന് പറ്റിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു കള്ളം പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു സാധ്യത മാത്രമാണ്. ഇത് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ അട്രാക്റ്റായി വരില്ല. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങളിൽ പലരും കഠിനമായ സമ്മർദ്ദത്തിൽ ആണെന്നാണ്. വലിയ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തളർന്ന് വല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എന്ത് തന്നെ ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങൾ പോയതെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങളുടെ അടുത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്.
ഇപ്പോൾ എത്ര തളർന്നാണെങ്കിലും നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കാൻ പോകുന്നുണ്ട്. അമിതമായ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും അതൊക്കെ കാരണം നിങ്ങൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലാകാം ഇപ്പോഴുള്ളത്. എല്ലാം ഒറ്റയ്ക്ക് നിങ്ങൾ ചുമലിലേറ്റി, അത്തരത്തിൽ ഒറ്റയ്ക്ക് നമ്മൾ ചുമലിലേറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തുന്ന തരത്തിലാകാം നിങ്ങളുടെ ആ ഒരു അവസ്ഥ. പക്ഷെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പുതിയ പ്രോജക്റ്റോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു കൊളാബറേഷനോ അങ്ങനെയൊക്കെ വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും പുതിയ കാര്യങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ഈ സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് പോസിറ്റീവായിട്ടായിരിക്കണം. തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയുമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ